അതെ, സുഖമല്ല എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ആണെന്ന് എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിലായിരിക്കാം പറയാം. മറ്റുള്ളവരുടെ കാര്യം പറയാൻ നമുക്കൊരു അവകാശവും ഇല്ല. ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മളെന്ന് പറയുന്നത് ഞങ്ങളുടെ അങ്ങോട്ട് പറഞ്ഞൊരു ശീലം, നമ്മൾ പറഞ്ഞ് ശീലമായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയുന്നേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ചും പ്ലാൻ ചെയ്തിട്ടില്ല. കാര്യം ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. കല്യാണം പ്ലാൻ ചെയ്തില്ല. ആഗ്രഹിച്ച ആളുമല്ല, ആഗ്രഹിച്ച സമയത്തുമല്ല, ഒന്നുമല്ല. പിള്ളേർ ആഗ്രഹിച്ച സമയത്തേ അല്ല. പിന്നെന്തോ ജോലി, അതൊട്ടുമേ ആഗ്രഹിച്ചിട്ടില്ല. ജോലി ചെയ്യുന്ന ഈ സ്ഥലം, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പിള്ളേരെ വിട്ടിട്ട് മാറി നിൽക്കണമെന്ന് ഒരു സെക്കൻഡ് പോലും എനിക്ക് അവരെ വിട്ട് മാറി നിൽക്കാൻ ഇഷ്ടമില്ല. ഞാനില്ലെങ്കിൽ അവരില്ല എന്നൊരവസ്ഥയാണ് എന്നാണ് ഞാൻ ചിന്തിച്ച് വെച്ചേക്കുന്നത്. ഞാനില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും, അങ്ങനെ ഒരു അവസ്ഥയാണ് ചിന്തിച്ച് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും അങ്ങനെയൊന്നും അല്ല സത്യം. ആരില്ലെങ്കിലും എല്ലാവരും വളരും, എല്ലാവരും ജീവിക്കും. അത് ആരുടെയും പ്രസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മാരേജ് ലൈഫ് കഴിഞ്ഞ് അതൊന്നും ആഗ്രഹിച്ചത് കിട്ടിയില്ല. പക്ഷേ ഡിവോഴ്സ്, അത് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. പിണക്കവും വഴക്കവും ഒക്കെ ഉണ്ടാവും. ഒട്ടും സുഖമുള്ള ജീവിതമല്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞാൽ ചിരിക്കും ആൾക്കാർ. ഞാൻ നേർച്ച ഇട്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ മരിക്കുന്ന കാലം വരെയും ഒരുമിച്ച് തന്നെ ജീവിക്കണം. എത്ര വഴക്കുണ്ടായാലും എനിക്ക് മാറിപ്പോവാൻ വേണ്ടിയുള്ളൊരു മനസ്സ് ദൈവം തരരുത്. അങ്ങനെ ഞാൻ ആറ്റുകാല ക്ഷേത്രത്തിൽ നേർച്ചയിട്ട് 101 കലം, 101 കലം പൊങ്കാല ഇടാന്ന്. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുകാരുടെ ഏറ്റവും വലിയ ഇതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, അങ്ങനെ ഒരിക്കലും മരിക്കുന്ന കാലം വരെ എന്തായാലും ഒരാളുടെ പേരിൽ നമ്മൾ അറിയപ്പെട്ട് അതങ്ങനെ തന്നെ മരിക്കുന്ന കാലം വരെയും പോകണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവഹിതം ഒന്നെണ്ണം മാറിപ്പോയി. ഒരു അവസരത്തിൽ നോക്കുമ്പോൾ മാറിയത് ശരിയാണെന്ന് തോന്നും. വേറൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വേണ്ടായിരുന്നു എന്നല്ല, പോയല്ലോ എന്ന് വിചാരിക്കും. ചില സന്ദർഭങ്ങളിൽ നമ്മളങ്ങനെ വിചാരിക്കും. അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കൂല. പ്ലാൻ ചെയ്ത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ നമ്മളെന്ന് പിന്നെയും കയറി വരും. നമ്മളല്ല, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കൂല. അങ്ങനോട്ട് ഞാൻ വിചാരിക്കാറില്ല ഇന്നത് ചെയ്യണം ഇന്നതില്ല. അപ്പോഴും കണ്ട സാഹചര്യം പോലെ എപ്പോഴങ്ങ് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്തെന്ന്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണ്ടേ. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ പറയും. എൻ്റെ പ്രേക്ഷകരിൽ പലരും പറയുന്നത്, സൗമ്യ മറ്റുള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയണ്ട, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, സൗമ്യയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. നല്ലതുകൊണ്ടായിരിക്കാം പറയുന്നത്. പക്ഷെ അങ്ങനെയാണ്, ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് അങ്ങനെയാണ്. ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ കുറേ പൊട്ടത്തരങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്ന ഒരാളാണ്. അതൊക്കെ മനസ്സിലാക്കി എടുക്കുക. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെയായിരുന്നു. ഒരു 10-25 വയസ്സൊക്കെ സമയമെടുത്ത് ഒന്ന് ലോകം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പോഴും ഇല്ല, അത്രയ്ക്കൊന്നും വിവരം വെച്ചിട്ടില്ലെന്നാണ് എൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത്.